ബിറ്റ്കോയിൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ തീർച്ചയായിട്ടും വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അതിന് ഹെൽപ്ഫുൾ ആവുന്ന കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മാത്രം എടുക്കുക, ബാക്കി എല്ലാം വിട്ട് കളഞ്ഞേക്കാം. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ഇവിടെ നമ്മളൊരു ബിറ്റ്കോയിൻ ഗോൾഡൻ പൈ സൈക്കിൾ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഇൻഡിക്കേറ്ററിനെ പറ്റിയിട്ട് ഈ ഒരു ഇൻഡിക്കേറ്റർ വെച്ചുകൊണ്ടുള്ള വിശദമായിട്ടുള്ള ഒരു അനാലിസിസ് വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കാണാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കാണണം. ഇവിടെ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഇൻഡിക്കേറ്റർ ബിറ്റ്കോയിൻ്റെ ചരിത്രത്തിൽ തന്നെ ആകെ മൂന്ന് തവണ മാത്രമാണ് ഒരു ബോട്ടം ഇൻഡിക്കേഷൻ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഒന്നാമത്തെ ബോട്ടം എന്ന് പറയുന്നത് 2014 രണ്ടാമത്തേത് 2018 ആൻഡ് മൂന്നാമത്തേത് 2022, അതായത് ഇപ്പോഴാണ് ഇപ്പോഴത്തെ ഈ ഒരു സമയത്താണ് ആ ഒരു ബോട്ടം ഇൻഡിക്കേഷനോട് കാണിച്ചിട്ടുള്ളത്. ആൻഡ് ഈ ഒരു ബോട്ടം ഇൻഡിക്കേഷൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഇൻഡിക്കേറ്റർ കൃത്യമായിട്ട് തന്നെയാണ് ഈ ഒരു ബിറ്റ്കോയിൻ്റെ ബോട്ടം ഏരിയ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ചാർട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ബിറ്റ്കോയിൻ്റെ ഒരു വീക്ക്ലി ചാർട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് വളരെ ശക്തമായിട്ടുള്ളൊരു ക്രാഷ് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഏത് രീതിയിലായിരിക്കും പ്രൈസ് ഒരു ബുൾ മാർക്കറ്റിലേക്ക് കടക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു അക്യുമുലേഷൻ ഫേസ് ഉണ്ടായിരിക്കും. ആ ഒരു അക്യുമുലേഷൻ ഫേസ് ബ്രേക്ക് ചെയ്തതിന് ശേഷമായിരിക്കും പ്രൈസ് വീണ്ടും ഒരു ബുൾ മാർക്കറ്റിലേക്ക് കടക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു ഇൻഡിക്കേറ്റർ കാണിച്ചു തന്നിട്ടുള്ള ഓരോ ബോട്ടം ഏരിയാസിൽ നമുക്ക് ഈ രീതിയിലുള്ള അക്യുമുലേഷൻ ഫേസ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 2014 നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കൃത്യമായിട്ടുള്ള അക്യുമുലേഷൻ ഫേസ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷമാണ് പ്രൈസ് ഒരു ബുൾ മാർക്കറ്റിലേക്ക് ഈ രീതിയിൽ ഒരു ബുൾ മാർക്കറ്റിലേക്ക് കടന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളും നമുക്കവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് 2018 നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയും നമുക്ക് ഇതുപോലുള്ള ചെറിയ രീതിയിലുള്ള ഒരു അക്യുമുലേഷൻ ഫേസ് കാണാൻ സാധിക്കുന്നുണ്ട്. ദെൻ അവിടെ നിന്നാണ് പ്രൈസ് വീണ്ടും ഒരു ബുൾ മാർക്കറ്റിലേക്ക് കടന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ നമുക്ക് വീണ്ടും കാണാൻ പറ്റുന്നുണ്ട്, വീണ്ടും ഈ ഒരു ഈ ഒരു ബോട്ടം ഏരിയയിലേക്ക് തന്നെ പ്രൈസ് വീണ്ടും വരുന്നുണ്ട്. ദെൻ അവിടെ നിന്ന് ഒരു റിജക്ഷൻ കിട്ടിയതിന് ശേഷമാണ് പ്രൈസ് വീണ്ടും ഒരു ബുൾ മാർക്കറ്റിലേക്ക് കിടക്കുന്നത്. ആൻഡ് ഇവിടെ നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബോട്ടം ഏരിയ ജസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. ആൻഡ് ഇവിടെ നമുക്ക് തീർച്ചയായിട്ടും ഒരു അക്യുമുലേഷൻ ഫേസ് പ്രതീക്ഷിക്കാവുന്നതാണ്. അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം തന്നെ വൈക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചറൊക്കെ വെച്ചുകൊണ്ട് പറഞ്ഞ പോലെ തന്നെ ഈ രീതിയിലുള്ള ഒരു അക്യുമുലേഷൻ ഫേസ് വേണമെങ്കിൽ നമുക്കിവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. അതിനുശേഷമായിരിക്കും ആ ഒരു റീജിയൻ ബ്രേക്ക് ചെയ്തതിന് ശേഷമായിരിക്കും പ്രൈസ് ഈ രീതിയിലുള്ള ഒരു പുതിയ ബുൾ മാർക്കറ്റിലേക്ക് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിൽ ഇത് ബോട്ടം ആണ് എന്ന് പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങൾ നമ്മൾ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഞാൻ പ്രതീക്ഷിക്കാവുന്നത് എന്ന് ഞാൻ എടുത്തു പറഞ്ഞത് നമുക്കൊരിക്കലും ഉറപ്പ് പറയാനായിട്ട് പറ്റില്ല. നമുക്ക് പ്രതീക്ഷകൾ വയ്ക്കാവുന്ന കഴിഞ്ഞ പ്രൈസ് ആക്ഷനും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ രീതിയിലുള്ളൊരു ബോട്ടം ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങളാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. സോ അത് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഒരു ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൃത്യമായിട്ട് ഈ ഒരു പാരാബോളിക് ചാർട്ട് പാറ്റേൺ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോകളിൽ ഞാൻ കൃത്യമായിട്ട് ഈ ഒരു പാരാബോളിക് ചാർട്ട് പാറ്റേണിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ട് ഈ ഒരു പാരാബോളിക് ലൈനിൽ സപ്പോർട്ട് എടുത്തുകൊണ്ടാണ് പ്രൈസ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. ഓൾറെഡി കാണുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും അറിയാവുന്ന കാര്യമായിരിക്കും. അതായത് ഈ ഒരു പാരാബോളിക് ലൈനിൽ നിന്ന് ഈ ഒരു പാരാബോളിക് ലൈനിൽ സപ്പോർട്ട് എടുത്തുകൊണ്ട് പ്രൈസ് വീണ്ടും മുകളിലേക്ക് പോകുമെന്ന് നമുക്ക് ഈ ഒരു പാറ്റേൺ വെച്ച് നോക്കുകയാണെങ്കിൽ പറയാനായിട്ട് പറ്റും. ഇനി അതല്ല, ഈ ഒരു പാരാബോളിക് ലൈനിന് പുറത്തേക്കാണ് പ്രൈസ് പോകുന്നതെന്നുണ്ടെങ്കിൽ, പുറത്തേക്ക് പ്രൈസ് ഈ രീതിയിൽ പോവുകയാണ് എന്നുണ്ടെങ്കിൽ വീണ്ടും പ്രൈസ് താഴേക്ക് തന്നെ പോകാനായിട്ടുള്ള സാധ്യതകൾ നമുക്കിവിടെ പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ആൻഡ് ഇപ്പോഴത്തെ പ്രൈസിൻ്റെ ഒരു മൂവ്മെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഒരു 21,965 മുതൽ 22,709 വരെയുള്ള ഈ ഒരു ഏരിയ നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവലായിട്ട് എടുക്കാനായിട്ട് പറ്റും. കാരണം ആ ഒരു ലെവൽ മുൻപ് പല തവണ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്തിരുന്ന ലെവലാണ്. ദെൻ ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തതിന് ശേഷം പ്രൈസ് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തതിന് ശേഷം അത് ഒരു സപ്പോർട്ടായിട്ട് ഇവിടെ ആക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ പ്രൈസ് ഇവിടേക്ക് ഇറങ്ങി വരികയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നും പ്രൈസിന് ഒരു റിജക്ഷൻ കിട്ടാനും പ്രൈസ് ഇനിയും മുകളിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതകൾ നമുക്കിവിടെ പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ്. 21,965 മുതൽ 22,709 വരെയുള്ള ഈ ഒരു ലെവൽ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു ലെവലാണ്. ആൻഡ് ഞാൻ ഇവിടേക്ക് CPR ഇൻഡിക്കേറ്റർ കൊണ്ടുവരാണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു 22,000 മുതൽ 21,000 വരെയുള്ള ആ ഒരു ലെവൽ എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഈ ഒരു CPR ലെവലാണ്. അതായത് സെൻട്രൽ പിവറ്റ് റേഞ്ചും അതുപോലെ തന്നെ ടോപ്പ് CPRനും ഇടയിലുള്ള ഒരു ലെവൽ തന്നെയാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ നിന്ന് പ്രൈസിന് തീർച്ചയായിട്ടും ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം പ്രൈസിന് ഒരു റിജക്ഷൻ കിട്ടുന്ന ഒരു ഏരിയ ആണെന്നുള്ള കാര്യങ്ങൾ അറിയാം. അതുപോലെ തന്നെ ഇവിടെ നിന്ന് പ്രൈസിന് ഒരു റിജക്ഷൻ കിട്ടാനായിട്ടുള്ള സാധ്യതകൾ നമുക്കിവിടെ പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് പ്രൈസ് ഇറങ്ങി വരികയാണ് എന്നുണ്ടെങ്കിലും, അതായത് 22K എന്ന് പറയുന്ന ഒരു പ്രൈസിലേക്ക്
ബിറ്റ് കോയിൻ്റെ പ്രൈസ് ഇറങ്ങി വരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പാരാബോളിക് ലൈനിന് പുറത്തേക്ക് പ്രൈസ് പോവുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴാണ് നമ്മൾ ശരിക്കും പേടിക്കേണ്ടത്. അല്ലെങ്കിൽ പേടിക്കേണ്ടതെന്ന് ഞാൻ പറയില്ല, നമുക്ക് വേണമെങ്കിൽ ഷോർട്ട് പൊസിഷൻസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് അവിടെ കിട്ടുന്നതായിരിക്കും. എങ്കിൽ പോലും ലോങ് പൊസിഷൻ എടുത്തിട്ടുള്ളവർ ഒന്ന് കെയർഫുൾ ആവേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ ഡെയിലി ടൈം ഫ്രെയിമിലെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കൊരു 4 hour ടൈം ഫ്രെയിമിലേക്ക് പോകാം. ആൻഡ് 4 hour ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ രീതിയിൽ ഇതൊരു ഹയർ ഹൈ ആണ്, ദെൻ ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്യാണ്, ദെൻ വീണ്ടും ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ. ദെൻ നമുക്ക് ഇവിടെ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഓൾറെഡി വേണമെങ്കിൽ ചെറിയ രീതിയിലുള്ളൊരു ഹയർ ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. പക്ഷേ എങ്കിൽ പോലും നമുക്ക് ഒരു ഹൈയും കൂടെ ഇവിടെ കിട്ടുമെന്നുള്ള കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. അതായത് ഒരു ഹയർ ഹൈ കൂടെ പ്രൈസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മുതലുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ഇവിടെ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു പാരലൽ ചാനൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ രീതിയിൽ നമുക്കൊരു പാരലൽ ചാനൽ വരയ്ക്കാനായിട്ട് പറ്റുന്നുണ്ട്. വേണമെങ്കിൽ നമുക്കിതൊരു ഫ്ലാഗ് പാറ്റേൺ ആയിട്ടും എടുക്കാം. അങ്ങനെ ഫ്ലാഗ് പാറ്റേൺ ആയിട്ട് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ, ഈ ഒരു ഫ്ലാഗ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ള ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ ഒരു ഡിസ്റ്റൻസ് തന്നെ നമുക്കൊരു ടാർഗറ്റ് ആയിട്ട് വയ്ക്കാവുന്നതാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ ഒരു ടാർഗറ്റ് പിന്നീട് പ്രൈസ് ആ ഒരു പാരലൽ ചാനൽ ബ്രേക്ക് ചെയ്തപ്പോൾ ഇവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ദെൻ വീണ്ടും നമുക്ക് ഇവിടെ ഈ രീതിയിൽ വീണ്ടും ഇവിടെ ഒരു പാരലൽ ചാനൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. നമുക്ക് അതും വേണമെങ്കിൽ ഒരു ഫ്ലാഗ് പാറ്റേൺ എടുക്കാനായിട്ട് പറ്റും. ആൻഡ് ആ ഒരു ഫ്ലാഗ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ള ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് തന്നെ പ്രൈസ് ഇവിടേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടാർഗറ്റ് വയ്ക്കുകയാണെങ്കിൽ ഓൾറെഡി ആ ഒരു ടാർഗറ്റും പ്രൈസ് ഇവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ദെൻ വീണ്ടും പ്രൈസ് ഈ രീതിയിൽ ഒരു പാരലൽ ചാനലിലൂടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഇവിടെ മുതലുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ഇവിടേക്കും എടുക്കാം. പിന്നെ ആ ഒരു ഡിസ്റ്റൻസ് തന്നെ നമുക്ക് ടാർഗറ്റായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ഒരു ടാർഗറ്റായിട്ട് വെക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 25K എന്ന് പറയുന്ന ഈ ഒരു ലെവലായിരിക്കും നമ്മുടെ ടാർഗറ്റായിട്ട് വരുന്നത്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ടാർഗറ്റിലേക്ക് പ്രൈസ് ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ ആ ഒരു ടാർഗറ്റിലേക്ക് പ്രൈസ് എത്തും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പ്രീവിയസ് പ്രൈസ് ആക്ഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് ഇവിടെ നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പ്രൈസ് ഫോം ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു റേറ്റ് നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഈ രീതിയിലുള്ള ഒരു പാരലൽ ചാനലിലൂടെ വരയ്ക്കാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് ആ ഒരു പാരലൽ ചാനലിൽ പ്രൈസ് പലതവണ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ട്, ഈ രീതിയിൽ ഇവിടെ റെസിസ്റ്റൻസ് എടുക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സപ്പോർട്ട് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യുന്നതും കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നത് ഒരു സപ്പോർട്ട് ഏരിയയിലാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. സോ ഇവിടെ നിന്ന് പ്രൈസിന് ഒരു റിജക്ഷൻ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലിലേക്ക് 25K എന്ന് പറയുന്ന നമ്മൾ ഇവിടെ ഈ ഒരു ടാർഗറ്റായിട്ട് എടുത്തിട്ടുള്ള ഒരു 25K എന്ന് പറയുന്ന ലെവലിലേക്ക് പ്രൈസ് ഇനിയും പോകാനായിട്ട് സാധ്യതയുണ്ട് എന്ന് പറയാനായിട്ട് പറ്റും. ആൻഡ് ഞാൻ ഇവിടേക്ക് CPR ഇൻഡിക്കേറ്റർ കൊണ്ടുവരാണ്. മന്ത്ലി CPR കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മാസം തുടങ്ങിയപ്പോൾ ചെയ്തിട്ടുള്ള വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു മന്ത്ലി CPRൻ്റെ R1 ലൈൻ ആയിരിക്കും നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മുടെ ആ ഒരു ടാർഗറ്റ് ആയിട്ടുള്ള 25,731 എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ടാർഗറ്റും വരുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് കൃത്യമായിട്ടുള്ളൊരു ബുള്ളിഷ് ആയിട്ടുള്ളൊരു ക്യാൻഡിൽ, ഒരു 4 hour ടൈം ഫ്രെയിമിൽ നല്ല ബുള്ളിഷ് ആയിട്ടുള്ളൊരു ക്യാൻഡിലൂടെ ഫോം ആവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു 25K എന്ന് പറയുന്ന 25,731 എന്ന് പറയുന്ന ആ ഒരു പ്രൈസിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് ഇവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. ആൻഡ് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അതിന് ഹെൽപ്ഫുൾ ആവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, അതിന് ഹെൽപ്ഫുൾ ആവുന്ന എന്തെങ്കിലും അനാലിസിസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി. ബാക്കി എല്ലാ കാര്യങ്ങളും വിട്ട് കളഞ്ഞേക്കാം. ഹാപ്പി ട്രേഡിംഗ്. അടുത്ത വീഡിയോയിൽ കാണാം.